ആദ്യ പോസ്റ്ററിലൂടെ ഇതിനോടകം സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായ ചിത്രമാണ് ഏക. പോസ്റ്ററിൽ നഗ്നയായി എത്തുന്ന യുവതിയുടെ ചിത്രമാണ് വിവാദമായത്. റോഡ് മൂവി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കഥ പറയുന്നു. രഹാന ഫാത്തിമയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഇപ്പോഴിതാ രഹാന ഫാത്തിമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. പോസ്റ്റ് ഇങ്ങനെ: നഗ്ന ശരീരങ്ങൾ കടന്നുവരുന്ന രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സമയം. ഏകയുടെ ക്രൂവിൽ 18 അംഗങ്ങൾ. അവർക്ക് മുന്നിലാണ് ചിത്രീകരണം. ഒട്ടും എളുപ്പമല്ലാത്ത രംഗങ്ങൾ. 20-25 ടേക്കുകളിലൂടെ ടോർച്ചർ ചെയ്യുന്ന സംവിധായകൻ. സ്വാഭാവികമായും ആദ്യ സിനിമയിൽ അഭിനയിക്കുന്ന ആളെന്ന നിലയിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു. നഗ്നതയിൽ കോൺഷ്യസ് ഉണ്ടോ എന്ന സംവിധായകന്റെ ചോദ്യത്തിന് ഉണ്ട് എന്ന് മറുപടി നൽകി. ഒടുവിൽ ക്രൂവിലുള്ള എല്ലാവരും വസ്ത്രങ്ങൾ മാറ്റാൻ സംവിധായകൻ നിർദ്ദേശിച്ചു. സംവിധായകൻ, ക്യാമറമാൻ, സഹസംവിധായകർ, ലൈറ്റ് സ്റ്റാഫ്, പ്രൊഡക്ഷൻ സ്റ്റാഫ് എന്തിന് ആ രംഗങ്ങളുടെ സമയത്ത് സെറ്റിൽ നിൽക്കണമെങ്കിൽ നിർമ്മാതാവ് പോലും നഗ്നനാവണം എന്നായിരുന്നു നിർദ്ദേശം. നഗ്നത എന്നാൽ നിഷ്കളങ്കത എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് സംവിധായകന്റെ വാദം. ഏറ്റവും പ്യുവറായ മനുഷ്യനെ നഗ്നനാവാൻ സാധിക്കൂ. വസ്ത്രത്തിൽ പൊതിഞ്ഞ ശരീരങ്ങളുടെ മുന്നിൽ തുറിച്ചിനോട്ടം പോലെ തന്നെ തുളഞ്ഞു വരുന്ന ക്യാമറ. ഈ അവസ്ഥയിൽ ഉണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥതകളെയും മറികടക്കാൻ എല്ലാവരും തുല്യരാണെന്ന മനോഭാവം ഉണ്ടാക്കാനും സഹപ്രവർത്തകരുടെ മുഴുവൻ സഹകരണം കൊണ്ട് സാധിച്ചു. അവരും അഭിനേതാക്കൾക്കൊപ്പം വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മാനസികമായി പിന്തുണ നൽകി. ഏകയുടെ ചിത്രീകരണം വളരെ വ്യത്യസ്തവും അനുഭവങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും പുതുമഴ തന്നെയായിരുന്നു. ഇങ്ങനെയായിരുന്നു രഹാന ഫാത്തിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.